രാഹുൽ ഗാന്ധിക്കെതിരെ കൊലവിളി പ്രസംഗം നടത്തിയ ബി.ജെ.പി നേതാവ് പ്രിന്റു മഹാദേവ് പോലീസിൽ കീഴടങ്ങി എന്നുള്ളതാണ്. പേരാമംഗലം പോലീസ് സ്റ്റേഷനിലാണ് കീഴടങ്ങിയിരിക്കുന്നത് പ്രിന്റു എന്നാണ് മനസ്സിലാക്കുന്നത്. പാർട്ടി പ്രവർത്തകർക്കൊപ്പമായിരുന്നു കീഴടങ്ങാനെത്തിയത്. സ്റ്റേഷനിൽ കീഴടങ്ങിയ പ്രതിയെ മജിസ്ട്രേറ്റിന് മുന്നിൽ ഹാജരാക്കുമെന്നുള്ള വിവരവും ലഭ്യമാകുന്നുണ്ട്. ഇപ്പോൾ വിവരങ്ങളുമായി അമൽ സുരേന്ദ്രൻ ചേരുകയാണ്. അമൽ, പ്രിന്റുവിനായി തിരച്ചിലൊക്കെ നടത്തിയിരുന്നു പാർട്ടി പ്രവർത്തകരുടെയും ഒപ്പം സഹോദരന്റെയും വീട്ടിൽ. ഇപ്പോൾ പ്രിന്റു തന്നെ നേരിട്ടെത്തി കീഴടങ്ങിയിരിക്കുന്നു എന്നുള്ള വാർത്ത വരുന്നു. എപ്പോഴാണ് കീഴടങ്ങിയത്? പാർട്ടി പ്രവർത്തകർക്കൊപ്പം എത്തി എന്ന് മനസ്സിലാക്കുന്നു. മറ്റു വിവരങ്ങൾ എങ്ങനെയാണ്? പ്രവിധ അല്പസമയം മുൻപാണ് പ്രിന്റു മഹാദേവൻ ബി.ജെ.പി പാർട്ടി പ്രവർത്തകർക്ക് ഒപ്പം പേരാമംഗലം പോലീസ് സ്റ്റേഷനിൽ എത്തി ഹാജരാകുന്ന ഒരു സ്ഥിതി ഉണ്ടാകുന്നത്, കീഴടങ്ങുന്ന ഒരു സ്ഥിതി ഉണ്ടാകുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം ഈ പ്രിന്റു മഹാദേവന്റെ പ്രസ്താവന മലയാളത്തിലെ ഒരു സ്വകാര്യ ചാനലിന്റെ ചർച്ചയ്ക്കിടെ പ്രിന്റു മഹാദേവൻ പ്രതിപക്ഷ പാർട്ടിയുടെ സമുന്നതനായ നേതാവായിട്ടുള്ള രാഹുൽ ഗാന്ധിക്കെതിരെ വധഭീഷണി മുഴക്കുന്ന ഒരു സ്ഥിതി ഉണ്ടായിരുന്നു. ഇതിനെതിരെ കോൺഗ്രസ് പാർട്ടിയുടെ തന്നെ പ്രധാനപ്പെട്ട നേതാക്കൾ അടക്കം വലിയ രീതിയിലുള്ള പ്രതിഷേധം ഉയർത്തുകയും സഭയിൽ അടക്കം വലിയ രീതിയിലുള്ള പ്രതിഷേധം ഉയർത്തുകയും അടിയന്തര പ്രമേയത്തിന് വേണ്ടിയിട്ടുള്ള നോട്ടീസ് നൽകുകയും ഇത് സ്പീക്കർ നിഷേധിച്ചതിനെ തുടർന്ന് ബി.ജെ.പി ഭരണകക്ഷിയുമായി തമ്മിലുള്ള ഒരു ബാന്ധവമുണ്ട് എന്ന ആരോപണം ഉയരുകയും വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങൾ ഉണ്ടാകുകയും ചെയ്ത സാഹചര്യം ഉണ്ടായിരുന്നു. ഇന്ന് പകൽ കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ പേരാമംഗലത്തുള്ള പ്രിന്റുവിന്റെ വീട്ടിലേക്ക് മാർച്ച് ഉണ്ടായിരുന്നു. അതോടൊപ്പം തന്നെയാണ് പോലീസിന്റെ ഭാഗത്ത് നിന്ന് ദ്രുതഗതിയിൽ ഈ പ്രിന്റുവിനെ കണ്ടെത്തുവാനുള്ള ഒരു ശ്രമം ഇന്ന് പകൽ മുഴുവനും ഉണ്ടായത്. ഇതിന്റെ ഭാഗമായി തൃശ്ശൂരിലെ പ്രധാനപ്പെട്ട ബി.ജെ.പിയുടെ നേതാക്കളുടെ എല്ലാം വസതിയിലേക്കും പ്രിന്റുവിന്റെ തന്നെ ബന്ധുക്കളുടെ വസതിയിലേക്കും പോലീസ് അന്വേഷണം നടത്തിയിരുന്നു. പക്ഷേ പ്രിന്റു മഹാദേവനെ കണ്ടെത്തുവാൻ സാധിച്ചിരുന്നില്ല. പിന്നീട് ഈ ഒരു വിഷയം ദേശീയ തലത്തിൽ തന്നെ ചർച്ചയാക്കുന്ന ഒരു സ്ഥിതിയായിരുന്നു ഇന്ന് ഉണ്ടായത്. അതിന്റെ ഭാഗമായി കോൺഗ്രസ് ഹാൻഡിലുകൾ ഇത്തരത്തിൽ രാഹുൽ ഗാന്ധിക്കെതിരായിട്ടുള്ള ഒരു ബി.ജെ.പി നേതാവിന്റെ പ്രസ്താവനയെ ദേശീയ തലത്തിലേക്ക് തന്നെ ഒരു രാഷ്ട്രീയ വിഷയമായി ഉയർത്തിക്കൊണ്ടുവന്നു. ഇതിനെ തുടർന്ന് പോലീസിന് വലിയ രീതിയിലുള്ള സമ്മർദ്ദം ഉണ്ടാവുകയും പ്രിന്റുവിനെ കണ്ടെത്തിയേ മതിയാകൂ എന്നൊരു സ്ഥിതി ഉണ്ടാവുകയും ചെയ്തു. പക്ഷേ ഈ ഒരു അന്വേഷണങ്ങൾക്ക് വിരാമം വിട്ടുകൊണ്ട് പ്രിന്റുവിനെ ഇപ്പോൾ പേരാമംഗലം പോലീസ് സ്റ്റേഷനിൽ ബി.ജെ.പി പ്രവർത്തകർക്കൊപ്പം പ്രിന്റു നേരിട്ടെത്തി ഹാജരായിരിക്കുകയാണ്, കീഴടങ്ങിയിരിക്കുകയാണ്. ഏതായാലും അറസ്റ്റ് രേഖപ്പെടുത്തിയതിനു ശേഷം പ്രിന്റുവിനെ ഇന്ന് തന്നെ മജിസ്ട്രേറ്റിന് മുമ്പിൽ ഹാജരാക്കുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പ്രവിധ, അതോടൊപ്പം പ്രിന്റുവിനായി വ്യാപക തിരച്ചിൽ നടത്തിയെന്ന് പോലീസ് പറയുന്നുണ്ട്. പക്ഷേ ഇത്രയും നേരം അപ്പോൾ പ്രിന്റു എവിടെയായിരുന്നു എന്നുള്ള കാര്യത്തിൽ ഒരു വ്യക്തത വരുന്നുണ്ട്. ഇപ്പോൾ പാർട്ടി പ്രവർത്തകർക്കൊപ്പം എത്തി അദ്ദേഹം കീഴടങ്ങുന്ന കാഴ്ചയാണ് നമ്മളിപ്പോൾ ദൃശ്യങ്ങൾ സഹിതം പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നത്. പ്രവിധ, അങ്ങനെ തന്നെയാണ്. ഏതായാലും പ്രതിപക്ഷത്തിന്, പ്രത്യേകിച്ചും കോൺഗ്രസിന് മറ്റൊരു രാഷ്ട്രീയമായിട്ടുള്ള ആയുധം കൂടി ലഭിക്കുന്ന തരത്തിലാണ് പ്രിന്റുവിന്റെ കീഴടങ്ങൽ ഉണ്ടായിരിക്കുന്നത് എന്നാണ് ഈ ഒരു സമയത്ത് നമുക്ക് പറയാൻ സാധിക്കുന്നത്. രാഷ്ട്രീയ നിരീക്ഷകരടക്കം ഈ ഒരു വിഷയത്തെ ഇങ്ങനെ കാണുന്ന ഒരു സ്ഥിതിവിശേഷവും ഉണ്ട്. അതായത് പ്രിന്റുവിന് വേണ്ടിയിട്ടുള്ള പോലീസ് അന്വേഷണം നടത്തിയപ്പോഴും പ്രിന്റുവിനെ കണ്ടെത്താൻ സാധിക്കുകയില്ല. അതോടൊപ്പം തന്നെ പേരാമംഗലത്താണ് പ്രിന്റുവിന്റെ വീടുള്ളത്. പേരാമംഗലം പോലീസ് സ്റ്റേഷനിൽ തന്നെ ഇപ്പോൾ പ്രിന്റു എത്തി കീഴടങ്ങുന്ന ഒരു സ്ഥിതിവിശേഷമാണ് ഉണ്ടായത്. പ്രിന്റു എത്തുമെന്ന് നേരത്തെ അറിയിക്കുകയും ചെയ്തിരുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പ്രവിധ, അമൽ സുരേന്ദ്രനാണ് വിവരങ്ങൾ നൽകിയത്. ബി.ജെ.പി നേതാവ് പ്രിന്റു മഹാദേവൻ പോലീസിൽ കീഴടങ്ങി എന്നുള്ള വാർത്തയാണ് വരുന്നത്. വലിയ രാഷ്ട്രീയ വിവാദമാക്കി കോൺഗ്രസ് രാഹുൽ ഗാന്ധിക്കെതിരെ പ്രിന്റു നടത്തിയ പ്രസ്താവന മാറ്റിയിരുന്നു. ഇപ്പോൾ സഭയിൽ ഉൾപ്പെടെ അത് വലിയ ചർച്ചയാവുകയും ചെയ്തതാണ്. ഒടുവിൽ ഇപ്പോൾ പ്രിന്റു മഹാദേവൻ നേരിട്ട് പോലീസ് സ്റ്റേഷനിലെത്തി ഹാജരായി എന്നുള്ള വിവരമാണ് അമൽ സുരേന്ദ്രൻ നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.